സൗന്ദര്യവർദ്ധക വസ്തുക്കൾ നമ്മൾ കുറച്ച് പറഞ്ഞല്ലോ. പറ്റാവുന്നത് ഇസ്ലാമിൽ പറ്റും. സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പലതരം മൈലാഞ്ചികളും വരുന്നുണ്ട്. വെള്ളം ചേരാത്ത മൈലാഞ്ചികൾ ഉപയോഗിക്കരുത്. ഒരു പക്ഷെ കളറ് കൂടുതൽ അതിനായിരിക്കും. നല്ല കറുപ്പിനോട് അടുത്ത് നിൽക്കുന്ന കടുഞ്ചുകപ്പൊക്കെ കിട്ടും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നി പോരുന്നാണ്. ഞാൻ അത് തേച്ചതുകൊണ്ട് പറഞ്ഞല്ല, തേച്ചവരനുഭവം പറഞ്ഞപ്പോ പറഞ്ഞാണ്. നമ്മളിപ്പോ മൈലാഞ്ചി വെച്ച് അനുഭവിച്ചിട്ടില്ലല്ലോ. തേച്ച സഹോദരിമാര് പറഞ്ഞു, ഉസ്താദെ വെള്ളം ചേരാത്ത എന്താ അതിന് പറയുക, ട്യൂബോ അല്ല, ഈ മൈലാഞ്ചി ട്യൂബല്ലേ? മൈലാഞ്ചി ട്യൂബ്, അങ്ങനെ ഒരു ട്യൂബ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആ തരത്തിലുള്ളത് പറ്റൂല. കാരണം അത് നമ്മളെ എല്ലാ സമയത്തുള്ള ഉളുവിന് തടസ്സാകും. ചുണ്ടിലും അങ്ങനെ തേക്കണമെന്നുണ്ട്, അതും പറ്റൂല. ചുണ്ടിനുള്ള സൗന്ദര്യം മതി, സന്തോഷമാണ്. അതങ്ങനെ മട്ടത്തിൽ കൊണ്ടുവരുന്നാ മതി. പല്ല് അവിടെയും ഇവിടെയൊക്കെ ഏതെങ്കിലുമൊക്കെ പല്ലുകൾ പിന്നെ അപ്പുറത്തോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇളകി നിൽക്കുന്നതോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ആയിട്ട് വന്നതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തട്ടി നിരത്തി റെഡിയാക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് ഒപ്പിക്കാം. പക്ഷെ പല്ല് രാകുന്നൊരു സ്വഭാവം ഉണ്ടാവും. അത് രണ്ട് വിഷയത്തിന് അപകടമാണ്. ഒന്ന്, സൗന്ദര്യം കൂട്ടാനാണിത്, അത് വേണ്ട. ആ പല്ലിലെ കറകൾ നീക്കുന്നതല്ല രാഗ എന്ന് പറഞ്ഞാൽ. രാഗ എന്ന് പറഞ്ഞാൽ വേറെ, അതിന്റെ കട്ടി കുറയ്ക്കും. അപ്പൊ ഒരു പക്ഷേ ഒരു ഇറച്ചിന്റെ കൂടെയുള്ള നല്ല കുറച്ചൊക്കെ ഒരു സ്മൂത്തുള്ള എല്ലാം കടിക്കുമ്പോഴേക്കും ചിലപ്പോൾ അത് പൊട്ടിപ്പോകും. അപ്പൊ പിന്നെ രാഗേണ്ട ആവശ്യം തീരെ വരില്ല. പിന്നെ പ്ലക്കിങ് എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്, അത് പറ്റൂല. എന്നാൽ പുരികം കട്ട് ചെയ്യാം, പുരികം ഉള്ള പോലെ ഒന്നോട്ടെ അതിങ്ങനെ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് അതിമ കുറച്ച് പിന്നെ വർക്കുകളൊക്കെ നടത്തിയിട്ട് പിന്നെ അതിമ കുറച്ച് മെയിൻ്റെനൻസ് ഒക്കെ നടത്തിയിട്ട് അവിടെയും കൂടെയൊക്കെ കുറച്ച് ചേർത്ത് അവിടെയൊക്കെ വെട്ടി റെഡിയാക്കി കുറിപ്പിച്ച് ഇത് വേണ്ട. ഒരാളെ ശരീരത്തിൽ അള്ളാഹു തആല സുരക്ഷത്തിന് നൽകിയതാണല്ലോ പുരികവും. അതുപോലെ തന്നെ മറ്റു മുഖത്തിന്റെ ഭാഗത്തുള്ള രോമങ്ങളൊക്കെ, അതൊക്കെ ആ രൂപത്തിൽ തന്നെ നിലനിർത്തണം. ഇനിയിപ്പോ ഒരു സഹോദരിക്ക് എങ്ങാനും ശരീരത്തില് ഏതെങ്കിലും ഒരു ഭാഗത്ത്, സ്വകാര്യ ഭാഗത്ത്, മേനിയുടെ ഏതെങ്കിലും ഭാഗത്തൊക്കെ രോമങ്ങൾ വന്നു കൂട്ടിക്കോളും. സാധാരണ സഹോദരിമാർക്കുള്ള രോമങ്ങൾ വന്നു കൂട്ടിക്കോളും. വടിച്ച് ഇടങ്ങേറാക്കിയിട്ട് വൃത്തിയാക്കണ്ട. അത് രോമത്തിന് അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. പക്ഷെ വടിച്ച് കളയേണ്ട രോമങ്ങളുണ്ട്, അതങ്ങനെ തന്നെ വടിച്ചു കളയണം. അത് അതിന്റെ സൗന്ദര്യം അങ്ങനെയാണ്. 10 ദിവസമാകുമ്പോ കക്ഷരോമവും 40 ദിവസമാകുമ്പോ കുഹ്യരോമവും വടിച്ച് വൃത്തിയാക്കണം. അത് യഥാർത്ഥത്തിൽ ഒരു ഭംഗിയാണ്. നഖം വെട്ടി വൃത്തിയാക്കണം. ഒരൊറ്റ നഖവും വളർത്തൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ആ സൗന്ദര്യം വേണ്ട. പറ്റുന്ന സൗന്ദര്യങ്ങളൊക്കെ പറ്റും, സൗകര്യമായ സൗന്ദര്യങ്ങളൊക്കെ പറ്റും, അതൊക്കെ ഉപയോഗിക്കും. നേരത്തെ കുറച്ചെണ്ണം നമ്മൾ എണ്ണിയല്ല.